അങ്ങനെ മാർച്ച് 10 ഞായറാഴ്ച രാത്രി 7 മണിക്ക് തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫേംഡ് ആയവരും അതുപോലെ തന്നെ ഏറെക്കുറെ കൺഫർമേഷനിലേക്ക് എത്താൻ ചാൻസ് ഉള്ളവരുമായിട്ടുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. കണ്ടസ്റ്റൻസിന്റെ ഈ ഒരു കൺഫർമേഷൻ ലിസ്റ്റും പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ കൺഫർമേഷൻ ആയ കുറച്ചധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൺഫർമേഷനിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേര് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഒരു 15 വ്യക്തികളുടെ പേര് ഞാൻ പറയും. അവരായിരിക്കും ഏറെക്കുറെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് കൺഫേം ആവാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു 10 പേരുടെ പേര് കൂടി ഞാൻ പറയും. അവർ എന്താണ് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി താല്പര്യം ബിഗ് ബോസ് കാണിക്കേണ്ടതായിട്ടുണ്ട് അവരെ കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സിദ്ധാർത്ഥ് പ്രഭു. തട്ടിയും മുട്ടിയും ഫെയിം ആയിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു ഏറെക്കുറെ കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ശരണ്യ ആനന്ദ്. ഏഷ്യാനെറ്റിന്റെ സീരിയൽ ഫാമിലിയിൽ നിന്ന് വരുന്ന ശരണ്യ ആനന്ദ് ഒരു ഡാൻസർ കൂടിയാണ്. പുള്ളിക്കാരത്തേക്കും ഏറെക്കുറെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ആക്ടർ ആയിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലും നമ്മുടെ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ഒരു അംഗമാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് പൂജ കൃഷ്ണ. നമ്മുടെ വെറൈറ്റി മീഡിയയിൽ ആങ്കർ ആയിട്ടുള്ള പൂജ കൃഷ്ണയും ആങ്കർമാരുടെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഏറെക്കുറെ കൺഫർമേഷനിലേക്ക് എത്തി എന്ന് കേൾക്കുന്നു. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ജാസ്മിൻ ജാഫർ. ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന നമ്മുടെ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ആ ഒരു ഷോയിലും പാർട്ടായിരുന്നു. ഏറെക്കുറെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് യമുന റാണി. യമുന റാണി നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറേ കാലം മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദനമഴ എന്ന് പറഞ്ഞൊരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിമിലും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് യമുന റാണി. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ബിനോയ് വർഗീസ്. ബിനോയ് വർഗീസ് നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് അതിൻ്റെയൊക്കെ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെയും ഹോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിനോയ് വർഗീസും. ഏറെക്കുറെ കൺഫർമേഷനിലേക്ക് എത്തുന്നു എന്നറിയുന്നു. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് അപ്സര ആൽബി. അപ്സര ആൽബി നിങ്ങൾക്കറിയാം, നമ്മുടെ സ്വാന്തനം സീരിയൽ ഫെയിം ആണ്. സ്വാന്തനം സീരിയലിൽ ജയന്തി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരുന്ന അപ്സര ആൽബിയും ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫർമേഷനിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിലേക്ക് അടുത്ത പേര് അനീഷ നായർ. അനീഷ നായർ ഒരു റൈഡർ ഗേൾ ആണ്, ഒരു മോഡലാണ്. അതിലുപരി നമ്മുടെ ബിഗ് ബോസ് സീസൺ 16 ഹിന്ദിയുടെ ഓഡീഷൻ ഗോളൊക്കെ പോയൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് അനീഷ നായർ. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഋഷി എസ് കുമാർ. നമ്മുടെ ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ഋഷി എസ് കുമാറും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് നയന ജോസൻ. നമ്മുടെ കൂടെവിടെ സീരിയലിൽ ഏഷ്യാനെറ്റിൽ കുറച്ച് നാൾ മുന്നേ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഒരു പാർട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ D4 ഡാൻസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡാൻസർ കൂടിയാണ്. കൺഫർമേഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ആക്ടർ ആയിട്ടുള്ള കൃഷ്ണനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പണ്ടത്തെ ഒരുപാടധികം സിനിമയിൽ പോലീസൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന ചില പടങ്ങളിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ടർ കൃഷ്ണയും ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഒരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ കൺഫർമേഷനിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് രാധിക നായർ. രാധിക നായർ നിങ്ങൾക്കറിയാം, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 5 പ്രസ് മീറ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് രാധിക നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പല കണ്ടസ്റ്റൻസിനോട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച നല്ല ഒരു അക്ഷരസ്ഫുടതയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ രാധിക നായർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്നറിയുന്നു. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് സായി കൃഷ്ണ. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ യൂട്യൂബറാണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ആദ്യം മുതൽക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ്. സീസൺ 6ലേക്ക് കൺഫർമേഷനിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരെന്ന് പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ. നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ ഒരു ടീച്ചർ കൂടിയാണ് പുള്ളിക്കാരത്തി. ചില മോശം വാക്കുകളൊക്കെ തൻ്റെ സംസാരത്തിനിടയിൽ ഉപയോഗിക്കുമെങ്കിലും നല്ല കണ്ടന്റുകൾ തരാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു അസറ്റായിട്ട് മാറാൻ കഴിയും. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നത്.
ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 15 വ്യക്തികളും ഏറെക്കുറെ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫർമേഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. ഇനി ഒരു 10 പേരുടെ ലിസ്റ്റ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. ഇവരെന്ന് പറയുന്നത് ബിഗ് ബോസ് കുറച്ചുകൂടി താല്പര്യപ്പെടുത്തണം ഇവരുടെ കേസിൽ. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഏകദേശം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. സീസൺ 6ലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേരുകൾ തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ലിസ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് ശീതൾ ശ്യാം. ശീതൾ ശ്യാം നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ നാദറയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരത്തിയാണ്. ഇവർ ഒന്നിച്ചൊക്കെയാണ് താമസിച്ചിരുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ശീതൾ ശ്യാം എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു പേരാണ് അൻഷിത അഞ്ചി. അൻഷിത അഞ്ചി നമ്മുടെ കൂടെവിടെ എന്ന് പറഞ്ഞ സീരിയലിൽ ഏഷ്യാനെറ്റിൽ കുറച്ചു കാലം മുന്നേ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ എന്ന് പറഞ്ഞ സീരിയലിൽ സൂര്യ എന്ന നായിക കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ബിഗ് ബോസിൽ. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ജീവ നമ്പ്യാർ. ജീവ നമ്പ്യാർ ഒരു ഓൺട്രപ്രണറാണ്, ഒരു മോഡലാണ്. അധികം പേർക്ക് അറിയാൻ പറ്റില്ല, കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അധികം ആക്റ്റീവ് അല്ല പുള്ളിക്കാരത്തി. അപ്പോൾ ജീവ നമ്പ്യാറും ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫർമേഷൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് യാദിൽ എം ഇക്ബാൽ. യാദിൽ എം ഇക്ബാൽ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, ഒരു ഓൺട്രപ്രണറാണ്. കേട്ട് ടൗൺ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് പുള്ളിക്കാരൻ. പിന്നെ ഒരു അഡാറ് അർജന്റീന ഫാനാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫർമേഷനിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് യാദിൽ എം ഇക്ബാൽ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പേരെന്ന് പറയുന്നത് ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. ജിൻഡോ ബോഡി ക്രാഫ്റ്റിലെ ജിൻഡോ നമ്മുടെ സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ജിം ട്രെയിനറാണ്. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതാണ് ആ ഒരു ഫോട്ടോ തന്നെ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് മല്ലു ജെഡി അല്ലെങ്കിൽ ഗോവിന്ദ് പി. മല്ലു ജെഡി ഒരു ഫുഡ് ബ്ലോഗറാണ്. നമ്മുടെ മുകേഷ് എം നായർ, മല്ലു ജെഡി, പിന്നെ ഗോവിന്ദ് പി എന്ന് പറയുന്നത് നമ്മുടെ കേരള ഫുഡി. ഇവർ രണ്ടുപേരിൽ ഒരാൾ ഒരു ഫുഡ് ബ്ലോഗർ കാറ്റഗറിയിൽ നിന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരെന്ന് പറയുന്നത് ലിയാൻഡ്ര മറിയ. ലിയാൻഡ്ര മറിയ എന്താ കാണുമ്പോൾ നമുക്കൊരു സ്പാനിഷ് ടച്ചൊക്കെ തോന്നുമെങ്കിലും പുള്ളിക്കാരത്തി ഒരു കൊച്ചിക്കാരിയാണ്, ഒരു മോഡലാണ്, ഒരു ഓൺട്രപ്രണറാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ലിയാൻഡ്ര മറിയ. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് സിജോ ടോക്സ്. സിജോ ജോൺ എന്ന് പറയുന്ന സിജോ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലെ അഡ്മിനാണ്. ഏകദേശം നല്ല ഒരു ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫർമേഷനിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരെന്ന് പറയുന്നത് രാജീവ് പരമേശ്വരൻ. രാജീവ് പരമേശ്വരൻ നമ്മുടെ സ്വാതന്ത്ര്യം സീരിയൽ ഫെയിമാണ്. സ്വാതന്ത്ര്യം സീരിയലിലെ ബാലേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരെന്ന് പറയുന്നത് ഷാലു പയ്യാട്. ഷാലു പയ്യാടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിലിം ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിലുപരി നമ്മുടെ അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ ബിഗ് ബോസ് മലയാളം സീസൺ 4ഉം 5ലേക്ക് ഒരുപാടധികം കോൺട്രവേഴ്സീസിലൊക്കെ ഇൻവോൾവ് ആയൊരു വ്യക്തിയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരെന്ന് പറയുന്നത് ലാസ്റ്റത്തെ പേരാണ് കേട്ടോ. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് പറയാനുള്ളത് അഖിൽ ഷാ. അഖിൽ ഷാ നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ. നല്ല നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ് അഖിൽ ഷാ. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇത്രയും പേരുകളാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ 15 കണ്ടസ്റ്റൻസും ഏറെക്കുറെ കൺഫർമേഷനിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ആ ഒരു 10 പേരും ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളവർ തന്നെയാണ്. ബിഗ് ബോസ് കുറച്ചുകൂടി താല്പര്യം ഈ ഒരു 10 കണ്ടസ്റ്റൻസിൻ്റെ പേരിൽ കാണിക്കണം, എന്നാലേ ഇവരുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചധികം കൺഫർമേഷൻ പറയാൻ കഴിയുള്ളൂ. എന്നാലും ആദ്യം പറഞ്ഞ 15 പേര് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പേരുകൾ തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഷോയൊക്കെ കണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റിനെ മാറാം. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കയറുന്ന സമയത്ത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ ഇഷ്ടമായിരിക്കാം. ഇപ്പം കയറിക്കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജാസ്മിൻ ജാഫറിന് ഇഷ്ടപ്പെടാം, അതുപോലെ തന്നെ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ഇഷ്ടപ്പെടാം. അങ്ങനെ മാറും. അപ്പോൾ എന്തൊക്കെയായാലും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ആരെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്